എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം. രാമായണത്തിൻ്റെ പാഠങ്ങൾ ആണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഇന്നത്തെ യുവതലമുറക്ക് പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട ഒരു ഭാഗമുണ്ട്. മാരീചൻ മാനായി വരുന്നൊരു ഭാഗം, കനകമയമൃഗമായിട്ട് പൊന്മാനായിട്ട് വരുന്നൊരു ഭാഗമുണ്ട്. തൻ്റെ സഹോദരിയായ ശൂർപ്പണഖയെ മുറിവേൽപ്പിച്ചതിൽ കുപിതനായിട്ടാണല്ലോ രാവണൻ വരുന്നത്. ആദ്യം തൻ്റെ അമ്മാവനായ മാരീചൻ തപസ്സിരിക്കുന്ന ആശ്രമത്തിലാണ് വരുന്നത്. ഈ മാരീചൻ രാമബാണം കൊണ്ട് മനം മാറി ആസുരികത വെടിഞ്ഞ് ആധ്യാത്മികതയിലേക്ക് വന്ന ഒരാളാണ്. അയാളുടെ അടുത്താണ് രാവണൻ വരുന്നത് ചന്ദ്രഹാസമായിട്ട്. ആ സീതയെ എനിക്ക് കൊണ്ടുപോകണം, നിങ്ങൾ അതിനു വേണ്ട സാഹചര്യം ഒരുക്കണമെന്ന്. അപ്പോൾ മാരീചൻ പറഞ്ഞു, അത് നിനക്ക് അപകടമാണ്, രാമനെ എനിക്കറിയാം. പക്ഷെ ചന്ദ്രഹാസം തൻ്റെ കഴുത്തിന് വെച്ചപ്പോൾ രാവണൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതിനൂണാകുന്നോ? എൻ്റെ വാളിന് ഊണാകുന്നു. മാരീചൻ ചിന്തിച്ചു, ഈ അസുരനെ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് രാമബാണം കൊണ്ട് മോക്ഷപദമാണ്. ഈശ്വരൻ പലരും ചിന്തിക്കുന്ന കാര്യമുണ്ട്. പുരാണങ്ങളിലൊക്കെ പൂതനാമോക്ഷം, അല്ലെങ്കിൽ ഇത്തരം അസുരന്മാർക്കും അസുരികൾക്കൊക്കെ ഈശ്വരൻ മോക്ഷം കൊടുക്കുന്നു, മാരീചന് മോക്ഷം കൊടുക്കുന്നു. അതെന്താണ്? അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഈശ്വരൻ ആരോടും പക്ഷഭേദമില്ല എന്നാണ്. അല്ലെങ്കിൽ ഈശ്വരൻ ഒരു ഭിഷഗ്വരനായിട്ട് നമ്മൾ കാണുക. ഒരു വൈദ്യശാസ്ത്രത്തിൽ വിദഗ്ധനായ ഒരു ഡോക്ടർ തൻ്റെ രോഗിക്ക് എങ്ങനെയാണ് ചികിത്സ നൽകുക? ഈശ്വരൻ ഇവിടെ ആ ഡോക്ടർ സ്ഥാനത്ത് കണ്ടാൽ 3 രീതിയിലാണ് പ്രധാനമായ ചികിത്സ. ചിലർക്ക് ആരോഗ്യത്തിന് വേണ്ടിയും സൗന്ദര്യത്തിന് വേണ്ടിയും ആയുസ്സിന് വേണ്ടിയും നല്ല നല്ല ടോണിക്കും ഒക്കെ കൊടുക്കും, കായകൽപ്പൊക്കെ കൊടുക്കും. അതാണ്, അത്തരം ഭക്തിയിലൂടെ വന്നവരാണ്, അനുഗ്രഹത്തിലൂടെ വന്നവരാണ് ഹനുമാരും ഗോപികമാരൊക്കെ. അവർക്ക് വേണ്ടത് അത്തരം മരുന്നാണ്. രണ്ടാമത്തേത് ഡോക്ടർമാർ ചിലപ്പോൾ കുറച്ച് കടുപ്പം കൂടിയ മരുന്ന് കൊടുക്കും, കഷായമൊക്കെ കൊടുക്കും വൈദ്യന്മാർ, കയ്പുള്ള. പാണ്ഡവന്മാർക്കൊക്കെ അങ്ങനെയുള്ള ഔഷധങ്ങളാണ് ഈശ്വരൻ നൽകിയത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടായി, ആ കഷ്ടപ്പാടിന് മരുന്ന് കൊടുക്കുന്നതാണ് ഈശ്വരൻ, കഷ്ടപ്പാടുണ്ടാക്കുന്നതല്ല. ആ കഷായം അനുഭവിക്കുന്നവർക്കത് മാറാനുള്ള മരുന്ന് ജീവിതത്തിൽ കൊടുക്കും ഈശ്വരൻ. മൂന്നാമത് ആസുരികമായ കാര്യങ്ങൾക്ക് ചില ശസ്ത്രക്രിയ വേണ്ടി വരും, അതാണ് മോക്ഷം. അല്ലെങ്കിൽ അവർക്കുള്ള ആയുധങ്ങളോടെ, അത് പൂതനയായാലും അല്ലെങ്കിൽ ബാലിക്ക് മോക്ഷം കൊടുക്കുന്നുണ്ട്. മാരീചനും രാവണനൊക്കെ കൊടുക്കുന്നത് ശസ്ത്രക്രിയയാണ് ഈശ്വരൻ്റെ. മാരീചൻ ഇവിടെ പൊന്മാനായിട്ട് വന്നിട്ട് മാറ്റാൻ ശ്രമിച്ചു. ഈ രാവണ സന്നിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സീത ആ പൊന്മാനിൻ്റെ പ്രലോഭനത്തിൽ വീണുപോയി. എഴുത്തച്ഛൻ അവിടെ അപ്പോഴേക്കും അതിന് തൊട്ട് മുമ്പൊരു രംഗപാശ്ചാത്തലം ഒരുക്കുന്നുണ്ട്. യഥാർത്ഥ സീതയെ അഗ്നിയിലേക്ക് മാറ്റി മായാസീതയെ കൊണ്ടുവരുന്നു. ഒരിക്കലും യഥാർത്ഥ സീത ക്ഷണികമായ നിസ്സാരമായ ഒരു മാനിൽ ഭ്രമിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാലോ. പിന്നെ എന്താ സീതാദേവി ഇങ്ങനെ എന്ന് സാധാരണ ഭക്തർ ചിന്തിക്കാതിരിക്കാൻ യഥാർത്ഥ സീതയെ മറച്ചു വെച്ചു. കൊട്ടാരത്തിലെ സകല സുഖങ്ങളെയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞു വന്ന ഒരാൾക്ക് ഒരു കാട്ടുമൃഗത്തോട് അല്ലെങ്കിൽ അഭിനിവേശമോ ഭ്രമമോ തോന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മായാസീതക്കാണത് തോന്നുന്നത്. മായാസീത അതിനെ കണ്ട് വേണമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ജീവിതത്തിൻ്റെ ഒരു രംഗഭൂമി വേണം. ഈ സീതയെ കൊണ്ടുപോകാൻ അപ്പുറത്ത് രാവണൻ വന്ന് നിൽക്കുന്നു എന്ന് സാക്ഷാൽ രാമൻ അറിയാതിരിക്കില്ലല്ലോ. ഒരു കാരണം വേണം. ആ മാനിനെ പിടിക്കാൻ പോകുന്നു. അവിടെ ലക്ഷ്മണനെ മാറ്റി നിർത്തണം.
സീത പരുഷവാക്കുകൾ പറയുന്നു, ലക്ഷ്മണൻ മാറി നിൽക്കുന്നു, വേഷം മാറിയ രാവണൻ വന്ന് കൊണ്ടുപോകുന്നു. ഇന്നത്തെ തലമുറ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ടത്. ഇത്തരം ഭ്രമമായ വസ്തുക്കളോട് മോഹം തോന്നി കെണിയിൽ പെടരുത്. MDMA പോലുള്ള മാരകമായ ദുരന്തങ്ങളിൽ പെട്ടുപോകുന്നത് ഈ പ്രലോഭനങ്ങളിൽ ആണ്. പലരും വേഷം മാറി നമ്മളെല്ലാം സാത്വികമായി ചിന്തിക്കുന്ന മുനിവേഷം പോലും ഈ രാക്ഷസന്മാർ കെട്ടിവരും. ജാഗ്രത വേണം എന്ന് രാമായണം പഠിക്കും. കബന്ധനെ കാണുന്നുണ്ട് ഒരു സ്ഥലത്ത്. കൈയും കാലുമില്ലാതെ വയറ്, രണ്ടു ഭാഗത്തെ കൈ മാത്രം അങ്ങനെ വളർന്നു പോകാനുള്ള കഴിവ്. ഇന്ദ്രന്റെ അടി കൊണ്ട്, വജ്രായുധം കൊണ്ടുള്ള താടനമേറ്റ് വയറിലേക്ക് തല താണുപോയ, കാലുദരത്തിലേക്ക് കയറിപ്പോയ, രണ്ട് കൈകൾ മാത്രമുള്ള ഒരു ഗോളം, അതാണ് കബന്ധൻ. വയറിന്റെ സ്ഥാനത്ത് വായുണ്ട്, വയറിന്റെ നടുവിൽ. ഇന്നത്തെ ആധുനികമായ ഒരു ലോകമാണ് കബന്ധൻ. നീളമുള്ള കൈകൾ കൊണ്ട് സകലതും തന്നിലേക്ക് വാരിയെടുക്കാൻ ശ്രമിക്കുന്ന, തലയില്ല. ധിയോ യോനഃ പ്രചോദയാ. ധീ വേണം, ബുദ്ധി വേണം എല്ലാവർക്കും. ബുദ്ധിയില്ലാതെ വയറ് മാത്രമായി കഴിയുന്ന, നീളുന്ന ആർത്തിയുടെ കൈകൾ കൊണ്ട് കഴിയുന്ന കബന്ധന്മാരാകരുത്. രാമായണത്തിനൊരു ഫലശ്രുതിയുണ്ട്. അധ്യാത്മരാമായണം ഇതെത്രയും അത്യുത്തോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യനഞ്ച ജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യ വൃദ്ധിപ്രദം, ശത്രുവിനാശം ആരോഗ്യവർദ്ധനം, ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം, സൗഖ്യപ്രദം സകലാഭീഷ്ട സാധകം. സകല അഭീഷ്ടങ്ങളും നമുക്ക് സാധിക്കും. രാമായണം 31 ദിവസത്തെ രാമായണ പാരായണം കൊണ്ട് മുക്തി സിദ്ധിക്കും, ധനധാന്യ സമൃദ്ധി ഉണ്ടാകും, ശത്രുവിന് നാശമുണ്ടാകും. ഭക്തിയാ പഠിക്കലും ചൊൽകിലും, ഭക്തിയോടെ പഠിച്ചാലും ചൊന്നാലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. മഹാപാതകം തെറ്റ് ചെയ്തവർക്ക് അതിൽ നിന്ന് വിമുക്തി ഉണ്ടാകും. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. ഓരോരാൾക്കും ഓരോ ആഗ്രഹമാണല്ലോ. പണം ആഗ്രഹിക്കുന്നവർക്കത്, പുത്രാഭിലാഷി സുപുത്രനെയും തഥ. മക്കളെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല മക്കൾ സിദ്ധിക്കും. വിദ്യാഭിലാഷി മഹാബുധനായി വരും. ബുധൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനിയാണ്, അറിവുള്ളവനാണ്, ബുദ്ധിമാനാണ്. വിദ്യ അർത്ഥിക്കുന്ന ഒരാൾക്ക്, ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ബുദ്ധി ഉണ്ടാകും. മക്കളെ ആഗ്രഹിക്കുന്നവർക്ക് മക്കളുണ്ടാകും. പണം ആഗ്രഹിക്കുന്നവർക്ക് ധനം ലഭിക്കും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. പ്രസവിക്കാത്തവര് ഈ രാമായണ പാരായണം കേൾക്കുമ്പോഴും സൽസന്താനങ്ങളുണ്ടാകും. അങ്ങനെ മനുഷ്യന്റെ സർവ കാമനകളും സർവാഭീഷ്ടമായ ഫലസിദ്ധി നൽകുന്നതാണ് അധ്യാത്മരാമായണ പാരായണം. നമുക്ക് ഈ ഭാഗം ഇവിടെ നിർത്താം. നാളെ അടുത്ത ഭാഗം ചിന്തിക്കാം. നമസ്കാരം.